ഹായ് ഡിയേഴ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷമാമ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് പലർക്കും പിടിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി കഴിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാർഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്, ഷമാം കസ്റ്റാർഡ്. അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഷമാമ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം മീഡിയം സൈസുള്ള ഒരു ഷമാമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിത് ഇങ്ങനെ നടുവേ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരു കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുരുവിൽ നല്ലോണം വിറ്റാമിനും പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. എന്നാൽ പോലും കാണുമ്പോൾ അതൊരു അഭംഗി ആയതുകൊണ്ട് മാത്രമാണ് കളയുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു പോർഷൻ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർമ്മയില്ലാതെ ഞാൻ രണ്ടിൻ്റെയും കുരു അങ്ങ് കളഞ്ഞു വെച്ചു എന്ന് മാത്രം. ഒരു പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. മറ്റൊരു പോർഷനിൽ നിന്ന് ഒരു ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. കാരണം ഇത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ലിറ്റർ, അതായത് 750 ml പാലിനുള്ള കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മീഡിയം സൈസിൻ്റെ പകുതിയുള്ള ഷമാമാണ് കേട്ടോ ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി പഴുത്ത ഷമാമാണ്. ഈ ഷമാമിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അത് കഴിക്കാൻ മിക്ക ആൾക്കാർക്ക് എനിക്കും ഇഷ്ടമല്ല കേട്ടോ. സത്യം പറയാമല്ലോ, എനിക്കും അത് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ കസ്റ്റാർഡായി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പകുതി മുഴുവൻ ഷമാമ് നമ്മളിതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി വെക്കാവേ. അപ്പം നമ്മുടെ ഷമാമ ഞാൻ അടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് നമ്മുടെ സാബൂനരി, ചൗവരി എന്നൊക്കെ പറയില്ലേ, സാബൂനരി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഏകദേശം ഒരു 1.5-2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം വെച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വേവിച്ചെടുത്ത ചൗവരി മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചൗവരി അവിടെ നിന്ന് ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചൗവരി ഇവിടെ കിടന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. ചൗവരി വേവാൻ അത്രയൊന്നും സമയം വേണ്ടല്ലോ. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം. കസ്റ്റാർഡിന് ഞാനിത് ഒരു 3/4 ലിറ്റർ പാൽ, അതായത് 750 മില്ലി പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ള പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര, അതായത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില കസ്റ്റാർഡ് പൗഡർ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തീ കത്തിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ തീ കത്തിച്ചിട്ടില്ല, കാരണം ഈ കസ്റ്റാർഡ് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തീ കത്തിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായി തീ കത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് പെട്ടെന്ന് കുറുകും അടിക്ക് പിടിക്കുന്നതുകൊണ്ട് ഞാൻ ആ വയർ വിസ്ക് മാറ്റിയിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടുമല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി, ഒരുപാട് കുറുകൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മിൽക്ക് മെയ്ഡ് ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. മധുരം നിങ്ങളെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കസ്റ്റാർഡ് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ അതേ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഷമാമ് ചേർക്കുമ്പോൾ നോക്കൂ, നല്ലൊരു അടിപൊളി കളർ വരുന്നുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഈ കസ്റ്റാർഡിന് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുമ്പം കിട്ടുക. നമുക്കിപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമ്മൾ ഷമാമ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാട് നേരം കുറുക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേ പാത്രം കറക്റ്റ് അളവായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പൊങ്ങി വരാൻ ഞാൻ നിൽക്കുന്നില്ല. നന്നായിട്ട് ജസ്റ്റ് ഒരു അതായത് ശരിക്കും ഒന്ന് തിളച്ച് കിട്ടി, അത്രേ വേണ്ടുള്ളൂ. ഇപ്പം തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നൊരു ചൂടാകുമ്പോഴാണ് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു ചൂട് സമയത്ത് നല്ല തണുത്ത കസ്റ്റാർഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി 1-2 ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത്
ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കസ്റ്റാർഡൊക്കെ ആക്കുന്ന സമയം കൊണ്ട് അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഈ ചിയ സീഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒന്നുകൂടി നമ്മുടെ ഐറ്റം നല്ല തണുപ്പായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച നമ്മുടെ ചവ്വരി, വെള്ളം ഊറ്റിയെടുത്ത് ചവ്വരി മാത്രം ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സ്, ഞാനിപ്പം ബദാം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പോ പിസ്തയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബദാം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ 3 ഐറ്റം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കേ വേണ്ടുള്ളൂ. പോരാത്തതിന് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഷമാമും കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞിടണം. പക്ഷേ ഇവിടെ ഷമാമ് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കസ്റ്റാർഡ് ആക്കിയിട്ട് കൊടുക്കുന്നത്. കസ്റ്റാർഡിലാകുമ്പോൾ വാനിലേൻ്റെ ടേസ്റ്റും ഷമാമിൻ്റെ ടേസ്റ്റും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഷമാമ് പീസുകൾ ഇടാത്തത്. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഷമാം പീസുകൾ ഇങ്ങനെ ഇടുകയാണ്, ഡെക്കറേഷനും കൂടി ആയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഷമാം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ചെറുതായി അരിഞ്ഞിട്ട് അതിനകത്ത് തന്നെ കസ്റ്റാർഡിനകത്ത് തന്നെ കുറച്ച് ഷമാം പീസുകളും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കസ്റ്റാർഡിനകത്ത് മിക്സ് ചെയ്തില്ല, ഗാർണിഷിങ്ങിന് മാത്രം മിക്സ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തപ്പോൾ നല്ല അടിപൊളി കസ്റ്റാർഡാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല തണുത്ത കസ്റ്റാർഡ് കഴിക്കുമ്പം നമ്മുടെ വയറ് നിറയുകയും ചെയ്യും, ശരീരം നന്നായിട്ട് തണുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഈ ഷമാം കസ്റ്റാർഡ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.